ജീവിതത്തിൻ്റെ വഴികളിൽ നാം പതറിപ്പോകുമ്പോൾ, ജീവിതത്തിൻ്റെ മോഹങ്ങളിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ കുതിര പടയ്ക്ക് പായുന്നത് പോലെയാണ് നമ്മൾ പലപ്പോഴും ഓടുന്നത്, അല്ലേ? താൻ്റെ വഴികളിലേക്ക് ഓടുകയാണ്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തരും ഓടുകയാണ്. പെരിഞ്ഞാറയും കൊക്കും മീവൽ പക്ഷിയും അതിൻ്റെ മടങ്ങിവരവിൻ്റെ കാലമറിയുന്നുണ്ട്. എൻ്റെ ജനമോ, ഞങ്ങൾ ജ്ഞാനികളാണെന്നും ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്നും പറഞ്ഞ് അഹങ്കരിക്കുന്ന നേരത്ത് ഓരോ നോമ്പുകാലവും ഇതിനെയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി പുതിയ രൂപാന്തരപ്പെടുന്ന സൃഷ്ടിയാക്കി മാറ്റാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിതാക്കന്മാർ കണ്ടുപിടിച്ച വഴി ഏതായിരുന്നു? മോശയുടെ വഴി, ഏലിയാവിൻ്റെ വഴി, ദാനിയേലിൻ്റെ വഴി, ഹാനനിയ പൈതങ്ങളുടെ വഴി, ദൈവപുത്രൻ്റെ വഴി. അവരുടെ എല്ലാം ശോഭ പരിശുദ്ധ നോമ്പായിരുന്നു എന്ന് നമ്മുടെ നല്ല പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മോശ ദൈവത്തോടൊപ്പം മലയുടെ മുകളിൽ കയറി ദൈവത്തിൻ്റെ കൽപ്പന അവൻ്റെ കൈകളിൽ പ്രാപിച്ച് തൻ്റെ ജനത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവവുമായി ബന്ധമുള്ളവനായിരുന്നു. ഏലിയാവ് ദൈവത്തോടൊപ്പം വസിച്ച് ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്നൊരു രഥമിറങ്ങി വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ദാനിയേലിനെ സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞപ്പോൾ, സിംഹത്തിൻ്റെ കൂട്ടിൽ രാജാവ് വന്ന് ചോദിച്ചപ്പോൾ ദാനിയേലിൻ്റെ മുൻപിൽ മുട്ടുമടക്കി നിൽക്കുന്ന സിംഹത്തെ കണ്ടു എന്നതു മാത്രമല്ല, രാജാവേ എന്ന് വിളിച്ചുകൊണ്ട് സൗമ്യതയോടുകൂടി രാജാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം നല്ലൊരു മനസ്സുള്ളവനായി ദൈവത്തോട് നടന്നവനായ ദാനിയേലിനെ നമുക്ക് കാണാൻ സാധിക്കും. ഹാനനിയ പൈതങ്ങൾ, അവർ ദൈവത്തിനു വേണ്ടി ജീവിച്ചു. അവർക്ക് കഷ്ടങ്ങൾ വന്നില്ല എന്നല്ല, കഷ്ടത്തിൽ ഇറങ്ങി വരുന്ന കർത്തനെ കണ്ടവരാണ് ഹാനനിയ പൈതങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവിക സ്വഭാവം ദൈവത്തിൻ്റെ മക്കളെ പഠിപ്പിക്കുവാൻ ഏതെല്ലാം രീതിയിൽ സ്വർഗത്തിൽ നിന്ന്, മാലാഖമാരുടെ നാട്ടിൽ നിന്ന് അവൻ ഇറങ്ങി വന്ന് ഒരു സാധാരണക്കാരിലും താഴ്ന്ന് ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചു കാണിച്ചു. സാധാരണക്കാരനായി ഒരു തച്ചൻ്റെ മകനായി വളർന്നു കാണിച്ചു. രോഗികൾക്ക് സൗഖ്യദായകനായി വന്നു. അപ്പമില്ലാത്തവന് അപ്പം വിളമ്പുന്നവനായി, കരയുന്നവനെ ചേർത്ത് വെക്കുന്നവനായി കണ്ടു. മരിച്ചവനോട് ഞാൻ പുനരുത്ഥാനമാണെന്ന് പറഞ്ഞു. വെളിച്ചമില്ലാതിരിക്കുന്നവന് ഞാൻ ജീവൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. ജീവിതത്തിന് കയ്പുള്ളവനോട് ഞാൻ ഉപ്പാകുന്നു എന്ന് പറഞ്ഞു. നിങ്ങളും ഉപ്പാകണം എന്ന് പറഞ്ഞു. അതുപോലെ ജീവിതത്തിൽ ഓരോന്നും പഠിപ്പിച്ച കൂട്ടത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ പോലും നോമ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന്. ഏത് വഴിയാണ് ആ പിതാക്കന്മാർ കണ്ടത് എന്ന് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം കർത്താവ് പറയുന്നുണ്ട്, ആ വഴി, ആ സത്യവും ആ ജീവനും ഞാൻ തന്നെയാണ്. എൻ്റെ പിതാവിങ്കലേക്കുള്ള വഴിയും സത്യവും ജീവനും ദൈവരാജ്യത്തിലേക്കുള്ള വഴി ഞാൻ തന്നെയാണ്. ആ വഴിക്കായിട്ട് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. കർത്താവ് 40 നാൾ നോമ്പ് നോറ്റപ്പോൾ അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. നോമ്പ് കാലം മരുഭൂ അനുഭവങ്ങളായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ കുറേ സുഖങ്ങളെ, കുറേ ആഗ്രഹങ്ങളെ, കുറേ മോഹങ്ങളെയൊക്കെ ഒരു മരുഭൂമി പോലെയാക്കി മാറ്റണം. ആ കാലഘട്ടത്തിൽ സാത്താൻ്റെ തന്ത്രങ്ങളെ, കൺമോഹങ്ങളെ, ജഡമോഹങ്ങളെ, നിയന്ത്രണമില്ലാത്ത നാവിനെ, കോപമടക്കാത്ത മനസ്സിനെ, വാശിയുള്ള ആത്മാവിനെ ഒക്കെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഈ കൊറോണ കാലം നമ്മെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറയും, തിയോളജിക്കലി അത് പറയാൻ പാടില്ലെങ്കിൽ പോലും, ആദിയിൽ യഹോവ നേരിട്ട് തൻ്റെ മക്കളോട് സംസാരിച്ചു. പിന്നീട് പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. മൂന്നാമത് പുത്രൻ മുഖാന്തരം സംസാരിച്ചു. പിന്നീട് റൂഹ മുഖാന്തരം സംസാരിച്ചു. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് 1 വർഷം കൊണ്ട് ആര് മുഖാന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്? കണ്ണിന് കാണാൻ സാധിക്കാത്ത
ഒരു ചെറിയ വൈറസ് മുഖാന്തരം സംസാരിക്കുക. ഈ നോമ്പിൽ ഉൾക്കൊള്ളേണ്ട, ജീവിതത്തിൽ പഠിക്കേണ്ട മുഴുവൻ പാഠങ്ങളും ഈ കൊറോണ നമ്മെ ഒരു വർഷം കൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു, അല്ലേ? ജീവിതത്തിൽ പലപ്പോഴും സുവിശേഷ യോഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പറയും, നിങ്ങൾ നിങ്ങളുടെ കയ്പുകളെ കളയണമെന്ന്. എന്നാൽ നമ്മളത് കേൾക്കും, നമ്മൾ തലകുലുക്കും. ശരിയാട്ടോ, ഇന്നോട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാം? കുറച്ച് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പറയും ശരിയാണ്. അപ്പോൾ ഇപ്പം മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് പോലും പറയേണ്ട ആവശ്യമില്ല. പലപ്പോഴും കേൾക്കുന്നതല്ലാതെ കഴുകപ്പെടുന്ന അവസ്ഥയില്ല. ഇപ്പോഴെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പോകുമ്പോഴും വരുമ്പോഴും കഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, കൈകൾ കഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, പിശാചിനാൽ പരീക്ഷിച്ചിട്ട് ഏതെല്ലാം പരീക്ഷണങ്ങളിലാണ് മശിഹ തമ്പുരാൻ അതിജീവിച്ചത്. ഒന്നാമത്, നീ ദൈവപുത്രനെങ്കിൽ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമ്മോടും പറയുകയാണ്, മനുഷ്യൻ സമ്പാദ്യങ്ങൾ കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശാസ്ത്ര സാങ്കേതിക രംഗം അതിൻ്റെ ഉച്ചകോടിയിലെത്തിയപ്പോൾ എല്ലാം ഞങ്ങളുടെ കൈകളിലുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ജനം അഹങ്കരിച്ചപ്പോൾ നമ്മെ ഇപ്പോൾ കൊറോണ പഠിപ്പിച്ചു, നിന്റെ സമ്പത്ത്, നിന്റെ പദവി, നീ സമ്പാദിച്ചത് ഒന്നും നിന്റേതല്ല, ഒന്നും നിനക്ക് കൊണ്ടുപോകാനില്ല. എത്രയോ പ്രശസ്തര് ഈ ഒരു കുഞ്ഞു വൈറസിനാൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ജീവിതത്തിൽ കൂട്ടിവെക്കുന്നതൊന്നും എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും ദൈവസന്നിധിയിൽ ഒരുപോലെയുള്ളൂ എന്ന് ഈ കൊറോണ കാലം നമുക്ക് നല്ലൊരു പാഠം തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞ മറുപടിയാണ് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യൻ ഈ അപ്പത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ളൊരു തീഷ്ണത നിത്യതയിലെത്തുവോളം നമ്മളിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് പിശാച് വീണ്ടും ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടിക്കോ, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചോളുന്നു. പലപ്പോഴും എൻ്റെ ദേവാലയത്തിൻ്റെ ആത്മീയത പോരാ എന്ന് പറയുമ്പോൾ, ഈ വചനം നിമിത്തം നമ്മെ തെറ്റിക്കാനായിട്ട് ഓടി നടക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവത്തെ നീ പരീക്ഷിക്കരുത്. മുകളിലേക്ക് ചാടിയാലും എന്നെ ദൈവം പിടിച്ചോണം. ഞാൻ ചാടും, ഞാൻ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും. പക്ഷെ ആര് പിടിച്ചോണം? എൻ്റെ ആഗ്രഹവും എൻ്റെ ചാട്ടവും കൈയെത്താത്ത മുന്തിരിക്കൊലകളിലായിരിക്കും. പക്ഷെ ആര് പിടിച്ചോണം? കർത്താവ് പിടിച്ചോണം. അല്ലെങ്കിൽ ആര് പോരാ? ഈ പ്രാർത്ഥനകളൊന്നും പോരാ. വേറെ പ്രാർത്ഥനകൾ ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നമ്മളോട് പറയാ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഒന്നുമില്ലായ്മയുടെ കാലത്ത് നിന്നെ ഇത്രത്തോളമാക്കിയ ദൈവത്തെ നീ പരീക്ഷിക്കരുത്. നിന്റെ ബാല്യത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഒന്നുമില്ലായ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഉയർത്തിയ ദൈവം ഉണ്ണാനും ഉടുപ്പാനും നൽകി, കിടപ്പാൻ ഭവനം നൽകി, വസിപ്പാൻ പ്രാർത്ഥിപ്പാൻ ആലയം നൽകി, മക്കളെ നൽകി, തലമുറയെ നൽകി, വണ്ടി നൽകി, വീട് നൽകി, എല്ലാം നൽകിയ ദൈവത്തെ പരീക്ഷിക്കരുത്. മെറ്റീരിയലിസ്റ്റിക്കായ സാധനങ്ങൾക്ക് വേണ്ടി, അത്ഭുതങ്ങളായ സാധനങ്ങൾക്ക് വേണ്ടി നോമ്പിലൂടെ ദൈവത്തെ നീ പരീക്ഷിക്കരുത്. വീണ്ടും പറയുകയാണ്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും ലഭിക്കുമെന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ് നമസ്കരിച്ച് വലിയ പ്രതിസന്ധികളിലേക്ക് പോകുന്ന ഒരു പുതിയ തലമുറയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് നാം ഉപദേശിച്ചു കൊടുക്കണം. എന്ത്? അങ്ങനെ പെട്ടെന്നുണ്ടാകുന്നതൊന്നും ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നതല്ല. കഠിനാധ്വാനങ്ങൾ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഉപജീവനം കഴിക്കുന്നതാണ് ദൈവസന്നിധിയിൽ മാന്യമായത് എന്ന് ഇവിടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. എന്നിലെ ഞാൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നു മാത്രം നിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നോമ്പുകാലത്തിൽ ഒന്നാമത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്നിലെ ഞാൻ എന്ന ഭാവം
പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുമ്പോഴാണ് ദൈവീക ഭാവം, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് കുടുംബത്തിലുള്ളവർക്ക് നമ്മെ ക്രിസ്തുവായി കാണാൻ സാധിക്കുന്നത്, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മുടെ തലമുറ മറ്റുള്ളവരുടെ മുൻപിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. എന്നിലെ ഞാനില്ലാതെയാകണം. എന്നിലെ ഞാനില്ലാതെയായ സമയത്ത് ദൈവം തന്നതിനെയെല്ലാം ഓർത്താൽ ഞാനില്ലാതെയാകും. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. ഉസിയ രാജാവ് മരിച്ച നാളിൽ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ യഹോവ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന പ്രവാചകനെ അല്ലേ ഉസിയ രാജാവ് എന്ന് പറയുമ്പോൾ, ഉസിയ രാജാവ് ആരോ ആണ് എന്നാണ് അതിന് അർത്ഥം. ആരാണ് ഉസിയ രാജാവ് എന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം പറയുന്നുണ്ട്. ആരാണ് ഉസിയ രാജാവ്? ഉസിയ രാജാവ് 16 വർഷം 16-ാമത്തെ വയസ്സിൽ യഹോവയാൽ രാജപദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. 52 സംവത്സരം ദൈവത്തിൻ്റെ ജനത്തെ നയിച്ചവനാണ്. 3 അവനവൻ്റെ അപ്പൻ ചെയ്യുന്നത് പോലെ യഹോവയെ പ്രസാദിപ്പിച്ചു. 4 സെക്കറിയ പ്രവാചകന്റെ ഉപദേശങ്ങളെ അനുസരിച്ച് ജീവിച്ചവനാണ്. അപ്രകാരം ജീവിച്ചിരുന്ന കാലത്തിൽ, യഹോവയെ അന്വേഷിച്ചിരുന്ന കാലത്തിൽ യഹോവ രാജാവിന് അഭിവൃദ്ധികൾ നൽകി, അനേക പട്ടണങ്ങൾ പിടിച്ചടക്കി, അനേക രാജ്യങ്ങൾ പിടിച്ചടക്കി, രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടി, മരുഭൂമിയിൽ പോലും കിണറുകൾ ഉണ്ടാക്കി. എന്തിനു പറയണം, 3.5 ലക്ഷത്തിലധികം സൈന്യത്തിൻ്റെ മാത്രം അധിപതിയായിരുന്നു ഉസിയ രാജാവ്. സമ്പത്ത് കൊണ്ടും സൗഭാഗ്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും തികഞ്ഞിരുന്നു ഉസിയ രാജാവിന്. കാരണം എന്തായിരുന്നെന്നറിയാമോ? കാരണം യഹോവ അപ്പനെ പോലെ യഹോവയെ സേവിച്ചു. 2 സെക്കറിയ പ്രവാചകന്റെ ഉപദേശങ്ങൾ അനുസരിച്ചു. ഈ 2 കാര്യങ്ങൾ ആരിലുണ്ടായിരുന്നു? ഉസിയ രാജാവിലുണ്ട്. 1, അപ്പനെ പോലെ ദൈവത്തെ സേവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാരെ പോലെ ദൈവത്തെ സേവിക്കുവാൻ നമ്മുടെ മക്കളുടെ മുൻപാകെ നമുക്ക് സാധിക്കാറുണ്ടോ? തിരുമനസ്സുകൊണ്ട് ഓർമ്മിപ്പിച്ചു, പാറ കൊണ്ട് വെട്ടിയെടുത്ത ഒരു ഹോള് അല്ലേ, പാറ കൊണ്ട് വെട്ടിയെടുത്ത ഒരു ഹോള്. എന്താണ് കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ വചനം കേട്ട് ഭവനങ്ങൾ പണിയുന്നവൻ പാറമേൽ ഭവനം പണിയുന്ന ബുദ്ധിമാനോട് സമനാണ്. ഈ ക്രിസ്തുവാകുന്ന പാറ, ആ പാറ ആരാണ്? കൊരിന്ത്യ ലേഖനത്തിൽ കാണുന്നുണ്ട്, ആ പാറ ക്രിസ്തുവാകുന്നു. ആ പാറ ക്രിസ്തുവാകുന്നു. ക്രിസ്തുവാകുന്ന പാറമേൽ ഭവനങ്ങളെ പണിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പിതാക്കന്മാരെ പോലെ അപ്പൻ്റെ ഉപദേശങ്ങളെ അനുസരിച്ചു ഒന്നുമില്ലായ്മയിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച ആ പിതാക്കന്മാര്, നോമ്പിൽ നമസ്കരിച്ച ആ പിതാക്കന്മാര്, നോമ്പ് അനുഷ്ഠിച്ച് മക്കളുടെ മുൻപിൽ മാതൃകയായ ആ പിതാക്കന്മാരെ പോലെ മക്കളുടെ മുൻപാകെ ജീവിതം കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 2 സെക്കറിയ പ്രവാചകന്റെ ഉപദേശങ്ങളെ അനുസരിച്ചു. ദൈവവചനം കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം ഓരോരുത്തരിൽ കൂടി അറിയിക്കുമ്പോൾ എന്തോരവാ കേൾക്കുന്നത്. ഈ കേൾക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവർത്തികളിലെ ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിക്കുന്നുണ്ട്. നീ ഈ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ എന്ന്. ഈ കേൾക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? അപ്പനെ പോലെ ദൈവത്തെ സേവിച്ചു. സെക്കറിയ പ്രവാചകന്റെ ഉപദേശങ്ങളെ അനുസരിച്ചപ്പോൾ യഹോവ അവന്റെ ശത്രുവിൻ്റെ മുൻപിൽ അവനോട് കൂടെ നിന്നു. അവൻ്റെ ശ്രുതി നാട്ടിലെല്ലാം പരന്നു. അങ്ങനെ അവനൊരാളായി മാറിയപ്പോൾ 26-ാം അധ്യായം 16-ാം വാക്യം എത്തിയപ്പോഴത്തേക്ക് രാജാവിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ അവൻ ബലവാനായി എന്ന് തോന്നിയപ്പോൾ അവൻ്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. ഞാൻ ബലവാനെന്ന് തോന്നിയപ്പോൾ അവൻ്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. എന്തു ചെയ്തു? പുരോഹിതന്മാർക്ക് മാത്രം കടന്നു ചെല്ലാവുന്ന ദേവാലയത്തിനകത്തേക്ക് കടന്നു ചെന്ന് ധൂപപാത്രം കൈകളിലെടുത്തു. ഒരുവന്റെ കിരീടത്തിൻ്റെ അവകാശിയായിരിക്കുന്ന തിരുനെറ്റിയിൽ തന്നെ കുഷ്ഠം വരികയും, രാജാവായിക്കൊള്ളട്ടെ പ്രജയായിക്കൊള്ളട്ടെ, കുഷ്ഠം വന്നു കഴിഞ്ഞാൽ പാളയത്തിന്
പുറത്താണ്. ഞാനെന്ന ഭാവമില്ലാതെ പിതാക്കന്മാരുടെ കൽപ്പനയെ അനുസരിച്ച്, പ്രവാചകന്റെ വാക്കുകളെ അനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ അവൻ്റെ ശത്രുക്കളുടെ മുൻപിൽ ദൈവം മാനിച്ചവൻ ഇതാ ഒറ്റ ദിവസം കൊണ്ട് താഴെ പോയിരിക്കുക. കാരണം എന്താണ്? സദൃശ്യവാക്യം 21 അധ്യായം 24 വാക്യം പറയുന്നുണ്ട്, നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നു പേർ. ആർക്കാണ് പരിഹാസി എന്ന പേര്? നിഗളവും ഗർവമുള്ളവന് പരിഹാസി എന്ന പേർ. നോമ്പിൻ്റെ നാളുകളിൽ കർത്താവേ, ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിപ്പോയി എന്നൊരു അഹങ്കാരം എൻ്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ എന്നിലെ ഞാനെന്ന ഭാവത്തെ ഒന്ന് നീക്കിക്കളയണമേ. എന്നിലെ ഞാനെന്ന അഹംഭാവത്തെ ഒന്ന് നീക്കിക്കളയണമേ. ഞാനിൽ നിന്ന് ഞങ്ങളിലേക്കുള്ളൊരു യാത്രയാകട്ടെ ഈ നോമ്പുകാലത്തിലെ യാത്ര. പിതാക്കന്മാർ കാട്ടിത്തന്ന വഴി, അവർ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് പോലും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ പോലും ഒരു സ്വാർത്ഥത, അല്ലെ, പ്രാർത്ഥനകളിൽ പോലും ഒരു സ്വാർത്ഥത കണ്ടുവന്നിരിക്കുന്ന കാലമാണ്. ഈ സ്വാർത്ഥതയിലെ പ്രാർത്ഥനയാവുമ്പോൾ മക്കൾ കണ്ടുപഠിക്കുമ്പോൾ വീണ്ടും അത് ലോപിച്ച് കർത്താവെ എന്നെ മാത്രം കാത്തോണേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പിതാക്കന്മാരുടെ വഴി നാം പഠിപ്പിക്കേണ്ടത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങൾക്കുള്ള കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ നമ്മുടെ മക്കളുടെ മുൻപിൽ നമ്മളിലെ ഞാനില്ലാതെ യാകണം. നമ്മൾ തന്നെ ചിന്തിക്കുക, ഒരു ദിവസത്തെ സംസാരത്തിൽ എത്ര പ്രാവശ്യം ഞാൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഭവനത്തിൽ ഞാൻ ഈ കൊണ്ടുവരുന്നതിന് കണക്കില്ലേ, ഞാൻ ഈ ജോലി ചെയ്യുന്നതിന് കണക്കില്ലേ, ഞാൻ പഠിക്കുന്നത് മാത്രം കാണുന്നില്ലേ എന്ന് പരസ്പരം ചോദിക്കാറില്ലേ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഞാൻ വന്നേ പിന്നാണ് ഈ കുടുംബത്തിൽ വല്ലതും ഉള്ളത്, അല്ലേ? ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് കർത്താവെ, വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിലും ഈ നോമ്പില് ഈ ഞാൻ എന്ന എൻ്റെ സംസാരം. കാരണം ഈ ഞാൻ എവിടെ നിന്നാ വരുന്നത്? ഹൃദയം നിറഞ്ഞു കവിയുന്നത് അത്രേ വായി സംസാരിക്കുന്നത്. ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ ഈ നോമ്പ് കാലം ഈ കൊറോണ കാലം ഒരുപാട് സമയം വീട്ടിലിരിക്കാൻ നമുക്ക് സമയം തരുന്നുണ്ട്, അല്ലെ? വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കാൻ ഒരുപാട് സമയം തരുമ്പോൾ നോമ്പുകാലത്തില് തിരുവചനങ്ങളെ വായിച്ച് ധ്യാനിക്കുവാൻ, അതിൻ പ്രകാരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ മുൻപാകെ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആയി തീരേണ്ടതിന് സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവിൻ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മുൻപാകെ. നമ്മളെപ്പോഴും പുതിയ തലമുറയെ വിളിക്കുന്ന പേരാണ് ഇത്രയും കള്ളത്തരമുള്ള കുറച്ച് പിള്ളേര്, അല്ലെ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മുൻപാകെ നിങ്ങൾ അനിന്യരായി, നിന്നയില്ലാത്തവരായിട്ട്, പരമാർത്ഥികളായിട്ട് ജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം? വചനം അനുസരിച്ച് ജീവിക്കണം. വചനം. പല വീടുകളിലും കൊറോണയ്ക്ക് മുൻപേ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് തുടങ്ങി. ഇപ്പൊ കൊറോണ പറഞ്ഞു സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന്. എന്നാൽ പല വീടുകളിലും നേരത്തെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, പലരും തമ്മിൽ സംസാരിക്കാറ് പോലുമില്ല. അഥവാ സംസാരിച്ചാൽ തന്നെ വലിയ സ്ഫോടനങ്ങളാണ് ഉണ്ടാകുന്നത്. അമ്മ മകളോടും, മകൾ അമ്മയോടും, മകൻ അപ്പനോടും, അയൽപക്കക്കാരോടും, സഹോദരങ്ങളോടുമൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപേ സോഷ്യൽ ഡിസ്റ്റൻസിങ് തുടങ്ങി, അല്ലേ? സാമൂഹ്യ അകലം. അപ്പോൾ കൊറോണയും ഓർത്തു ഈ സാമൂഹ്യ അകലത്തിൻ്റെ യഥാർത്ഥ വൃത്തികേട് ദൈവത്തിൻ്റെ ജനം ഒന്ന് അറിയട്ടെ. ഇപ്പം അതുകൊണ്ട് എന്താണ്? പരസ്പരം അടുത്തിരിക്കാനൊന്ന് കൊതിയായി, ഒന്നിച്ച് പള്ളി വരാനൊന്ന് കൊതിയായി, കാര്യം പറയാനൊക്കെ കൊതിയായി. അതിനെന്തു ചെയ്യണം? കൂടെ കൊറോണ പറയുന്നുണ്ട്, ബ്രേക്ക് ദ ചെയിൻ. എന്ത് ചെയ്യണം? ബ്രേക്ക് ദ ചെയിൻ. ചില ചെയിനുകളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ പറയും പലയിടത്ത് ചെന്നാൽ അത് അഴിച്ചു കളയുമെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇല്ല സ്ഥലത്ത് ചെന്നാൽ അച്ഛാ എൻ്റെ ഈ ബന്ധനം ഒന്ന്
എൻ്റെ ബന്ധനത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ എങ്ങനെ അത് മറ്റൊരാൾക്ക് അഴിക്കാൻ സാധിക്കും? എൻ്റെ ബന്ധനത്തിൻ്റെ താക്കോൽ ഒരുപക്ഷെ എൻ്റെ നാവായിരിക്കാം, എൻ്റെ ബന്ധനത്തിൻ്റെ താക്കോൽ ഒരുപക്ഷെ എൻ്റെ ചിന്തകളായിരിക്കാം, എൻ്റെ ബന്ധനത്തിൻ്റെ താക്കോൽ ഒരുപക്ഷെ എൻ്റെ കോപമായിരിക്കാം, എൻ്റെ പകയായിരിക്കാം, എൻ്റെ അസൂയയായിരിക്കാം, എൻ്റെ കുശുമ്പായിരിക്കാം. മറ്റുള്ളവനെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്, അവൻ്റെ നന്മ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാതെ എനിക്ക് പോരാ എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് ഈ ബന്ധനം അഴിക്കാൻ പറ്റുമോ? ഇല്ല. തിരുവചനത്തിൽ കൂടെ ഒന്ന് താഴുവാൻ, ഒന്ന് വിട്ടുകൊടുക്കുവാൻ, മുറിവേൽപ്പിക്കാതിരിക്കുവാൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ ബന്ധനങ്ങളെ അഴിക്കുന്നത്. ഭവനത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ എൻ്റെ മാറ്റപ്പെടാത്ത സ്വഭാവങ്ങളെ കർത്താവെ ഈ തിരുവചന ധ്യാനത്തിലൂടെ മാറുവാൻ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ആ ബേത്ലഹേമിലെ ജനത്തെ പോലെയാകും. ഇവിടെയാണ് രക്ഷകൻ ജനിക്കുന്നതെന്ന വാർത്ത അറിഞ്ഞിട്ടും അവർ ആ തിരക്കില്, അവരെന്തിൻ്റെ തിരക്കിലായിരുന്നു? അവർ കാനേഷുമാരി കണക്കെടുപ്പിന്റെ തിരക്കിലായിരുന്നു, എന്തിൻ്റെയൊക്കെയോ തിരക്കിലായിരുന്നു. രക്ഷകന് പിറക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ച് ആ പിതാവും മാതാവും ഓടി നടന്നപ്പോൾ അവരെന്ത് തിരക്കിലായിരുന്നു? അവർ കാനേഷുമാരി. നമ്മളും അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടി ഓടുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ മക്കളുടെ മുൻപിൽ മാതൃകയാകുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ വരും തലമുറയെ പഠിപ്പിക്കുവാൻ, ആ വഴി കാട്ടിക്കൊടുക്കുവാൻ തിരുവചന പ്രാർത്ഥനകൾ, തിരുവചനങ്ങൾ വായിക്കുവാൻ, തിരുവചനം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യൗസേപ്പിനെ പോലെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന അപ്പന്മാർ കുടുംബത്തിലുണ്ടാകുന്നത്. മറിയാമിനെ പോലെ ദൂതന്റെ ശബ്ദം തിരിച്ചറിയുന്ന അമ്മമാര് ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ഉണ്ടാകുന്നത്. മൂന്നാമതായിട്ട് കണ്ണുനീരിനെ കരുത്താക്കി മാറ്റിയ പിതാക്കന്മാരുടെ വഴി കാട്ടിക്കൊടുക്കണം. കണ്ണുനീരിനെ കരുത്താക്കി എന്നെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ അപ്പോഴും വേറെയാകരുത്, മറിച്ച് അർത്ഥമറിഞ്ഞ്, അല്ലേ? അപ്പൊ തിരുമനസ് ഇതിന് കറക്റ്റായിട്ട് ആദ്യം തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞ? അർത്ഥമറിഞ്ഞു പാടണം, അർത്ഥമറിഞ്ഞു പ്രാർത്ഥിക്കണം. ഹൃദയത്തിന് താളം നൽകുന്നതല്ല പ്രാർത്ഥന, മറിച്ച് ഹൃദയത്തിൻ്റെ താളം എൻ്റെ നാഥനുമായിട്ട് ലയിക്കുന്നതായി മാറണം പ്രാർത്ഥന. ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് പ്രാർത്ഥന. അല്ല വാഗൊണ്ട് ജൽപ്പനം ചെയ്യുകയും ഹൃദയം മറ്റൊരിടത്ത് ഇരിക്കുകയുമല്ല. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയും ഭവനത്തിൽ ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രാർത്ഥനകൾക്ക് വലിയ വ്യത്യാസങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്തായി മാറിയിരിക്കുകയാണ്? സാധനങ്ങളുടെ ലിസ്റ്റ് കടയിൽ കൊടുത്തിട്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രക്രിയയായി മാറിയിരിക്കുകയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾക്ക് ഇയ്യോബ് നല്ലൊരു മാതൃകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇയ്യോബിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ ഇയ്യോബിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത? ഇയ്യോബ് അതികാലത്തെ എഴുന്നേക്കും. അതിപ്പോൾ എല്ലാവരും എണീക്കും, കാരണം അങ്ങനെയാണ്. എന്നാൽ ഇയ്യോബ് തൻ്റെ മക്കൾ തെറ്റു ചെയ്തു പോയി കാണുമോ എന്ന് ഓർത്ത് ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കും. അവരവർക്കൊത്തവണ്ണം യാഗമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെ കാണാൻ സാധിക്കും. എൻ്റെ മക്കൾ തെറ്റു ചെയ്തു പോയോ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നോമ്പിൽ നമ്മളെല്ലാം ഭക്തരാ. ആദ്യത്തെ ഭക്തരുടെ ഒരു സെറ്റ് 25 നോമ്പ് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭക്തർ അകത്തേക്ക് കയറുന്നു, അങ്ങനെ ഒരു ഭക്തി. എന്നാൽ ഈ നോമ്പ് തീർന്നു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഭക്തി ക്ഷയിച്ചു പോകുന്നതായിട്ട്, കണ്ണുനീര് കുറഞ്ഞു പോകുന്നതായിട്ട് മക്കൾ കാണാനിടവരുത്തരുത്. പണ്ട് ഒരു പള്ളിയിൽ എന്നും എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഒരു അമ്മച്ചി വരും. അത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് അമ്മച്ചി അവിടെ നിൽക്കും. അമ്മച്ചി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കരയും, അച്ഛാ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല അച്ഛാ, എനിക്ക് വയ്യ അച്ഛാ, എനിക്കൊന്നുമില്ല അച്ഛാ. ഇങ്ങനെ തുടർച്ചയായി അമ്മച്ചിയുടെ കരച്ചിൽ കേട്ടപ്പം അച്ഛന് വല്ലാതെ സങ്കടം വന്നു. അച്ഛന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അമ്മച്ചിക്ക് ഒരു പശുവിനെ വാങ്ങിക്കൊടുത്തു. അമ്മച്ചി വലിയ സന്തോഷമായി, അമ്മച്ചിക്ക് ഉപജീവന മാർഗമായി, അച്ഛനും സന്തോഷമായി, കമ്മിറ്റിക്കാർക്ക് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അമ്മച്ചിയെ കാണുന്നില്ല. അപ്പോൾ തുടർച്ചയായ ആഴ്ചകളിൽ അമ്മച്ചിയെ കാണാതിരുന്നപ്പോൾ അച്ഛൻ ഓർത്തു, എന്തോ വയ്യായ്മയാണ്, പ്രായമുള്ള ആളല്ലേ, എന്തോ വയ്യായ്മയാണെന്ന് വിചാരിച്ചു. വീണ്ടും കാണാതെ വന്നപ്പോൾ അച്ഛൻ ഈ അമ്മച്ചിയെ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ അച്ഛനെ കണ്ട ഉടനെ ആദ്യം പറഞ്ഞു, അച്ഛൻ എനിക്ക് നല്ലൊരു പണിയാണ് തന്നെ കേട്ടോ, എനിക്ക് ഇരിക്കാനും നേരമില്ല, നിൽക്കാനും നേരമില്ല. എന്നിട്ട് വീണ്ടും ചോദിച്ചു, അമ്മച്ചി എന്താ പള്ളി വരാത്തത്? അച്ഛന് വെറുതെ പള്ളിയിലോട്ടങ്ങ് വന്നാൽ മതി, എനിക്കങ്ങനെ വരാൻ പറ്റുമോ? എനിക്ക് പുളിയരി വേവിക്കണം,
പശുവിന് വെള്ളം കൊടുക്കണം, പോച്ച എത്താൻ പോകണം. എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അച്ഛാ. അത് ജോലിയില്ലാത്ത 10 പെണ്ണുങ്ങൾ വരട്ടെ. ആരാ കാരണക്കാരൻ? അച്ഛൻ ഓർത്തു, ഞാനാണോ ഇതിനൊക്കെ? ഇതുപോലെയാണ് പല സ്വാർത്ഥനകളും നമ്മുടെ പ്രാർത്ഥനകളും. കാരണം എന്താണ്? കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാകരുത് നമ്മുടെ പ്രാർത്ഥനകളെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നോമ്പ് അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കണം. ചുമ്മാതെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കത്തില്ലയോ എന്ന് ചോദിച്ചാലും നടക്കും. പ്രാർത്ഥനയാൽ ദൈവത്തോട് നടന്നെടുത്താൽ നോമ്പും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നുയരാമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിച്ചത്. പ്രാർത്ഥനയാൽ ദൈവത്തോട് നടന്നെടുക്കുന്നുവെങ്കിൽ നോമ്പും ഉപവാസവും 2 ചിറകുകളാണ്. ഈ 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നുയരുവാൻ ഓരോ നോമ്പുകാലവും നമ്മളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് നോമ്പിന്റെ ആരംഭത്തിൽ നമ്മെ പിതാക്കന്മാർ പഠിപ്പിച്ചത്, നോമ്പെ സമാധാനത്തോടെ കടന്നു വരിക. അത് ശത്രുവിന് നേരെയുള്ള തോൽക്കാത്ത ആയുധമാണ്. നോമ്പ് ജയത്തിന്റെ അടയാളമാണ്. അത് വിശ്വാസികളായ പിതാക്കന്മാർ തങ്ങളുടെ ജീവിതത്തിൽ കൂടെ നമ്മെ പഠിപ്പിച്ച് കാണിച്ചു തന്നതാണ്. എന്താണ് നോമ്പെന്ന്? 4-ാമതായിട്ട്, ദിശാബോധം നഷ്ടപ്പെടുന്ന ലോകത്തില് മൂല്യബോധമുള്ളവരാകുവാൻ ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കണം. ഈ ലോകം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? യഹൂദ മലനാട്ടിൽ ഒരു പൈതൽ ജനിച്ചപ്പോൾ ഈ പൈതൽ ആരായി തീരുമെന്ന് യോഹന്നാനെ കുറിച്ച് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ഭവനത്തിൽ നമ്മൾ നമ്മുടെ മക്കളുടെ പോക്ക് കണ്ടിട്ട് പറയാറുണ്ട്, ഇങ്ങനെ പോയാൽ ഈ വീട് എന്തായി മാറും. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പം ഒരമ്മ എന്നോട് പറയാ, കൊച്ചമ്മ കണ്ടോ, ഞങ്ങൾ വീടിന് ചുറ്റും മുറിയാ കേട്ടോ, മേളിലുണ്ട് 3 എണ്ണം, താഴെയുണ്ട് 3 എണ്ണം. എന്തിന്? ചുരുക്കം പറഞ്ഞാൽ വീടിനും കൊളുത്തില്ല, ബാത്റൂമിന് കൊളുത്തില്ല. ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടെ വഴക്കാണ് എപ്പോഴും. എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ ഞാൻ എല്ലാ മുറിയുടെയും കൊളുത്തൂരി വെച്ചിരിക്കുക. എല്ലാ മുറിയുടെയും കൊളുത്തൂരി വെച്ചത് കൊണ്ട് കാര്യമായില്ല. മറിച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി മക്കൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരുന്നു വിശുദ്ധന്മാരായ മക്കളെ സൃഷ്ടിച്ചത്. പിതാക്കന്മാർ കാട്ടിത്തന്നത് മക്കളെ കണ്ണുനീരോടുകൂടി, നമ്മുടെ പ്രാർത്ഥനകളുടെ കണ്ണുനീര് കണ്ട് മക്കൾ വളരണം. കുടുംബ പ്രാർത്ഥനകളിൽ മാതാപിതാക്കളുടെ കണ്ണുനീരും നമസ്കാരവും കണ്ട് മക്കൾ വളരുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ട മക്കളുണ്ടായി മാറുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതം കൈവിട്ടു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആരോ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടോന്നറിയാനത്. അപ്പൊ ആരോ ഞങ്ങൾക്ക് എന്തോ ചെയ്തത് ഇവിടെയുണ്ടല്ലേ. അപ്പൊ ആരേലും നമുക്ക് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞങ്ങൾ എങ്ങനെയാ പറയുന്നത് കൊച്ചമ്മ? ഒറ്റയ്ക്ക് പുറത്തേക്ക് വരാമെങ്കിൽ ഞങ്ങളുടെ നേരിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് സംഖ്യാപുസ്തകം 22-ാം അധ്യായം തൊട്ട് 24 വരെയുള്ള വേദഭാഗ്യത്തിൽ ദൈവത്തിൻ്റെ ജനം മോവാബ്യ ദേശത്തേക്ക് ഇരച്ചു കയറുന്നത് കാണാം. ബിലയാമായിരുന്നു അവരുടെ ഇടയിലെ ദൈവത്തിൻ്റെ ശബ്ദം. മോവാബ്യ ദേശത്തേക്ക് ഇരച്ചു കയറുന്ന ജനത്തെ കണ്ടപ്പോൾ മോവാബ്യ നേതാവായിരിക്കുന്ന ബാരാക്ക് ഭയപ്പെട്ടു. കാള പുല്ല് തിന്നുന്നത് പോലെ തൻ്റെ ദേശം ഇവർ കൈവശമാക്കും, എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കണമെന്ന് ബാരാക്ക് ആഗ്രഹിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ ശബ്ദമായ ബിലയാമിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ബിലയാമിനോട് ചോദിക്കുകയാണ്, ഈ ദൈവജനത്തെ നശിപ്പിച്ചു തരുവാൻ ഞാൻ നിനക്ക് എന്തു നൽകണം? ബിലയാം മറുപടിയായി ആദ്യം പറഞ്ഞില്ല, പിന്നീട് നിർബന്ധിച്ചപ്പോൾ ബിലയാം പറഞ്ഞു, ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല, കാരണം ഇവർ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ജനമാണ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം പറയുകയാണ്, ആഭിചാരം യാക്കോബിന്റെ മേലും ലക്ഷണങ്ങൾ ഇസ്രായേലിന്മേലും ഏൽക്കുന്നില്ല, ഇവരെ നശിപ്പിക്കാൻ സാധിക്കില്ല. ബാരാക്ക് വീണ്ടും ചോദിച്ചു, എന്നാലും എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ ഇവരെ നശിപ്പിക്കുവാൻ. ബിലയാം മറുപടിയായിട്ട് പറഞ്ഞു, ഉണ്ട്. ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ ദൈവത്തിനെതിരെ ഇവർ നിൽക്കുമ്പോൾ ഇവരെ ദൈവം നശിപ്പിക്കുമെന്ന്. എന്നാൽ 25-ാം അധ്യായമാകുമ്പോൾ കാണുന്നത്, ഈ ജനം എന്തു ചെയ്യാണ്? മോവാബ്യ സ്ത്രീകളുമായിട്ട് പരസംഗം ചെയ്യുകയും മോവാബ്യരുടെ ദേവന്മാർക്ക് വെച്ചിരിക്കുന്ന ബലിവസ്തുക്കൾ ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നവരെ ഒരു രാത്രി കൊണ്ട് തന്നെ പകുതിയിൽ കൂടുതൽ ആളുകളെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം നമ്മൾ നശിച്ചു പോകാൻ, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അയൽപക്കത്തുള്ളവരാണോ?
അല്ല, ഉള്ളിൽ നിന്നെന്തോ ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ഭവനത്തിൽ ഭാഷ കലങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇല്ല എന്നല്ലേ അർത്ഥം? ദൈവത്തിൻ്റെ ആത്മാവിന് ഭവനത്തിൽ ഇരിക്കാതിരിക്കാൻ തക്കവണ്ണം ഇന്ന് ആര് കയറിയിരിക്കുകയാണ്? സാമൂഹ്യ മാധ്യമങ്ങൾ കൊണ്ട് ഭവനത്തിൽ ശബ്ദമയമാണ് എപ്പോഴും, അല്ലേ? ദൈവാത്മാവിന് പോയിട്ട് നമുക്ക് പോലും വീട്ടിലിരിക്കാൻ വയ്യ. ഇന്ന് കുഞ്ഞുങ്ങളോട് പബ്ജി കളിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും അവർ നമ്മളെ. എന്നാൽ എവിടെ നിന്നാണ് നമ്മളെ നശിപ്പിക്കുന്നത്? അവരിൽ നിന്ന് തന്നെയാണ്. ഇത് അവരാരിൽ നിന്നാണ് പഠിച്ചത്? അവർ കളിക്കുന്നു. അവരാരിൽ നിന്നാണ് പഠിച്ചത്? സീരിയൽ കാണാതിരുന്നാൽ പറ്റാത്ത അമ്മയിൽ നിന്നും, ന്യൂസ് കണ്ടിന്യൂസ് കേൾക്കാതിരുന്നാൽ പറ്റാത്ത അപ്പനിൽ നിന്നും. ആര് കണ്ടുപഠിച്ചു? മക്കൾ പഠിച്ചു. 2, സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ. കൊലോസ്യ ലേഖനം 3-ാം 5-ാം വാക്യം, വിഗ്രഹാരാധന എന്ന അത്യാഗ്രഹം ദൈവജനത്തിനിടയിൽ പെരുകിയിട്ട് ഭവനത്തിൽ എന്തുണ്ടാകുന്നു? ഭവനത്തിൽ കലഹമുണ്ടാകുന്നു. 3, ഉല്ലാസഭ്രാന്ത് ബാധിച്ച ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ആ തലമുറയുടെ നടുവിലാണ് എന്ത് വന്നിരിക്കുന്നത്? ഒരു ഓൺലൈൻ ആരാധനകളും കൂടെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പൂർത്തിയായി. ഇനി ദേവാലയത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്നൊരു ചോദ്യമായി. എന്നാൽ പിതാക്കന്മാരുടെ വഴി കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മാതൃകയായിരിക്കണം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇപ്പോൾ സ്തോത്രകാഴ്ച എടുക്കുന്നതാണ്. നമുക്ക് ഗായക സഖാംഗങ്ങളോട് ചേർന്ന് പാടാം. നമ്മെ നിത്യവും വഴി നടത്തുന്ന ആ ദൈവത്തിനെ, സർവശക്തനായ ദൈവത്തിനെ, സങ്കീർത്തനക്കാരനെ പോലെ ഞാൻ എന്നും ആ ദൈവത്തെ സ്തുതിക്കും. ഈ നോമ്പിലെ തീരുമാനവും അതാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഗായക സഖാംഗങ്ങളോട് ചേർന്ന് പാടാം. ഞാൻ എന്നും സ്തുതിക്കും പരനെ തിരുസുതനെ എന്നുള്ള ഗാനം. കാത്തവനെന്നും പാപത്തിൻ ശാപത്തിൽ നിന്നും
എന്റെ പ്രാണനെ കാത്തവനെന്നും വാരിത്തന്നൻപിനു തുല്യനില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പതിനായിരം വാക്കുകളാലും 1000 നാവുകളാലും 10000 വാക്കുകളാലും ആദിവ സ്നേഹമവന്യമാരും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. തന്നിൽ ഞാനെത്തും നിന്റെ ദിവ്യപാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും നിന്റെ ദിവ്യപാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയാനന്ദ സംഗീതം നീട്ടി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പുറത്തുനിന്ന് ഒന്നും തന്നെ ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കുന്നില്ല. അകത്ത് നിന്ന്, ദൈവജനത്തിൻ്റെ ഭവനത്തിനകത്ത് നിന്ന് തന്നെ ദൈവജനത്തെ നശിപ്പിക്കുന്ന ഒന്നാമത് കുടുംബങ്ങളിലെ സ്വരച്ചേർച്ചകളില്ലായ്മ, 2 അത്യാഗ്രഹം, സമ്പത്തിനോടുള്ള അടങ്ങാത്ത അടക്കമില്ലാത്ത വിനിയോഗങ്ങളും സമ്പാദനങ്ങളും, 3 ഉല്ലാസഭ്രാന്ത് ബാധിച്ച സമൂഹം. ഇന്ന് ഇത്രയും കാലം പഴിക്കു വേണ്ടിയെങ്കിലും ദേവാലയത്തിൽ വന്നിരുന്നവർ ഈ കൊറോണ കാലത്തിലൊക്കെ വലിയൊരു ചോദ്യമായിരുന്നു, വീട്ടിലിരുന്നാലും ഓൺലൈനിൽ കൂടെ ചെയ്തപ്പോഴും ഞങ്ങൾ കണ്ടിരുന്നില്ലേ ആ ദൈവം ഈ കൊറോണ കഴിഞ്ഞാലും ഞങ്ങൾ വീട്ടിലിരുന്നാൽ പോരെ. എന്നാൽ അതാണ് ആമുഖ വാക്കുകളിൽ നമ്മൾ കേട്ടത്. എന്ത് നിങ്ങളുടെ പിതാക്കന്മാർ കനാനിലെത്തിക്കഴിഞ്ഞപ്പോൾ കനാനിലെത്തിയ ജനത്തോട് യഹോവ മോശയിലൂടെ അരുളി ചെയ്തു, ഓരോ കാലത്തും നിന്റെ തലമുറയോട് നീ ഉപദേശിക്കണം. നിന്റെ ജനം പലായനം ചെയ്ത സമയത്ത് പകൽ മേഘസ്തംഭമായിട്ട് രാത്രി അഗ്നിതൂണായിട്ട് നിന്നെയും നിന്റെ പിതാക്കന്മാരെയും വഴി നടത്തിയ ദൈവത്തിൻ്റെ നന്മയെ അവർക്ക് പാർപ്പാൻ ഭവനമില്ലാത്തപ്പോൾ, അവർക്ക് ആരാധിപ്പാൻ ആരാധനാലയമില്ലാത്ത കാലത്ത് പോലും നടത്തിയ ദൈവത്തെ പറഞ്ഞു കൊടുക്കണം. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തു സഭയെ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോൾ അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഓർമ്മിപ്പിച്ചു, ഗുഹകളിലും ശവക്കല്ലറകളിൽ പോലും അവർ പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് സാധ്യതകൾ തെളിഞ്ഞു വന്നപ്പോൾ അത് മതി എന്നല്ല അവർ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്താൽ ഞങ്ങൾ ജയം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ഞങ്ങൾ ആലയത്തിലേക്ക് കടന്നു വരും. ഈ ദേവാലയത്തിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ എന്നെ കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞു, കൊച്ചമ്മയെ കണ്ടോ, ഞങ്ങൾ 50 വീട്ടുകാർ ചേർന്ന് പണിതാണ്. ഇതാരാ പണിത എഞ്ചിനീയർ എന്നറിയാമോ? ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാനും മേളിലോട്ട് നോക്കി, അതെന്താ ഇങ്ങനെ കാണിക്കുന്നത് പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് എഞ്ചിനീയർ അങ്ങ് ഇട്ടേച്ച് പോയി. പിന്നെ സ്വർഗത്തിലെ എഞ്ചിനീയർ ബാക്കി കംപ്ലീറ്റ് ചെയ്തു. കാരണം എന്താണ്? അതൊരു വലിയ സാക്ഷ്യമാണ്, തലമുറകളോട് പറയേണ്ട വലിയൊരു സാക്ഷ്യമാണ്. ലോകത്തെ മുഴുവൻ ചമച്ചവൻ, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ എഞ്ചിനീയർ ഞങ്ങളുടെ ഈ ദേവാലയത്തെ പൂർത്തീകരിച്ചു തന്നു എന്ന് പറയുന്ന ഒരു വലിയ നന്മ, വലിയ അനുഗ്രഹം വരും തലമുറയോട് ഈ ഉല്ലാസഭ്രാന്തി
ഉല്ലാസഭ്രാന്ത് ബാധിച്ചിരിക്കുന്ന പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ വിശുദ്ധന്മാരെ മാത്രം ജനിപ്പിച്ചിരുന്ന നാടുകളായിരുന്നു. കത്തോലിക്ക സഭയുടെ ആ പുസ്തകങ്ങളിലെ ഇതൊക്കെ അനേക വിശുദ്ധന്മാരുടെ പേരുകളുണ്ട്. ഇവരെല്ലാം ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഒക്കെ ഉണ്ടായവരാ. ഇന്ന് ഈ ഇംഗ്ലണ്ടും ഫ്രാൻസുകളിലെയും ദേവാലയങ്ങളിൽ പലതും ക്ലബ്ബുകളും പബ്ബുകളും സിനിമാശാലകളുമായി മാറി. എന്തായിരുന്നു കാരണം എന്നറിയാമോ? ആ പിതാക്കന്മാർ കാട്ടിക്കൊടുത്ത വഴിയെ പിന്നീട് കാട്ടിക്കൊടുക്കുവാൻ ഇടയ്ക്കുള്ളവർ ഇല്ലാതെ പോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉല്ലാസഭ്രാന്ത് ബാധിച്ച ഈ തലമുറയുടെ മുൻപാകെ മാതൃകയുള്ളവരാകണം. എങ്ങനെ ഭവനത്തിലെ മാതാപിതാക്കളെ കരുതുന്നത് കാട്ടിക്കൊടുക്കണം. സഹോദര സ്നേഹങ്ങൾ, ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തൻ്റെ സ്വന്തം സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാണെന്ന് സ്വയം മാതൃകയിലൂടെ കാട്ടിക്കൊടുക്കണം. അപ്പനെയും അമ്മയും പ്രാകുന്നവൻ മരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന പറഞ്ഞ് കാട്ടിക്കൊടുക്കണം. മരുമക്കളെ മക്കളായി സ്നേഹിക്കുന്ന അമ്മമാർ ഭവനത്തിലുണ്ടാകണം. ഇങ്ങനെയാണ് ഭവനം തന്നെ കലങ്ങിപ്പോകാതെ ഇരിക്കുന്നത്. പുറത്തു നിന്നൊരു ശക്തിയുമല്ല, അകത്തുനിന്ന് തന്നെയാണ് നമ്മെ പലപ്പോഴും നശിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ കുറവ്, ദൈവസ്നേഹത്തിൻ്റെ കുറവ്. ഈ നോമ്പുകാലത്ത് നമുക്ക് അനുതപിക്കാം. നമ്മുടെ തെറ്റുകളെ നമ്മുടെ ജീവിത പങ്കാളിയുടെ അല്ല, നമ്മുടെ മക്കളുടെ അല്ല, നമ്മുടെ മരുമക്കളുടെ അല്ല, അറിഞ്ഞോ അറിയാതെയോ എൻ്റെ നാവിൻ്റെ, എൻ്റെ കാതിൻ്റെ, എൻ്റെ കൈയുടെ, എൻ്റെ കാലിൻ്റെ കുറവുകൾ, ഒളിവായിട്ടുള്ള എൻ്റെ നോട്ടങ്ങൾ, വിവേകമില്ലാത്ത എൻ്റെ കാഴ്ചകൾ, കേൾവികൾ ഓരോ ദിവസവും. അതുകൊണ്ട് തിരുമേനി പറഞ്ഞത് അർത്ഥമറിഞ്ഞ് പാടണം. ഒളിവായി നോക്കിയിടാതെ എൻ്റെ കണ്ണുകളെ നീ കാക്കണം, അല്ലേ? വഞ്ചന കേൾക്കാതെ എൻ്റെ കാതുകളെ കാത്തുകൊള്ളണം. എൻ്റെ അധരങ്ങൾക്ക് നീ കാവലായിരിക്കണം. എൻ്റെ ഉള്ളിൽ ദോഷചിന്തകൾ ഉണ്ടാകരുത്. ഇത് തലമുറയെ പാടി പഠിപ്പിക്കണം. സന്ധ്യയിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും കടലോരം വഴി പോകുമ്പോൾ അന്യോന്യം വെട്ടിത്തിന്നുന്ന മത്സ്യത്തെ ഞാൻ കണ്ടു. ന്യായവിസ്താരത്തിൽ എത്തിയിടാത്ത ഈ ഒരു ജീവി എങ്കിൽ ന്യായവിസ്താരത്തിലേക്ക് കടക്കേണ്ട ഞാനും നിങ്ങളും എന്തു ചെയ്യും? അതുകൊണ്ട് വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് നോക്കി ചോദിച്ച് അതിൽ നടന്ന് മക്കളുടെ മുൻപിൽ മാതൃകയാകുവാൻ ഈ നോമ്പുകാലത്തിൽ സ്വയവിചിന്തനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മളിലെ ഞാനെന്ന ഭാവത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് നമുക്ക് നടക്കാം. കൂടുതൽ തിരുവചന ധ്യാനങ്ങൾക്കായിട്ട് നോമ്പിലും പ്രാർത്ഥനയും നമസ്കാരങ്ങളും ശീലിക്കാം. കണ്ണുനീരിനെ കരുത്താക്കി മാറ്റാം. കണ്ണുനീർ കൊഴിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളും പായിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ നല്ല നമസ്കാരത്തിൻ്റെ പാരമ്പര്യം മക്കൾക്ക് കാട്ടിക്കൊടുക്കാം. ദിശാബോധമില്ലാത്ത ലോകത്തില്, ഉല്ലാസഭ്രാന്ത് ബാധിച്ച ഈ ലോകത്തില് സ്വയം മാതൃകയായി തീരുവാൻ പിതാക്കന്മാരുടെ വഴിയെ മുറുകെ പിടിച്ച് അതിൽ നോക്കിയിട്ട് നടന്നു പോകാനല്ല, നോക്കി ചോദിച്ച് വരും തലമുറയെ പഠിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും സംഗതി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ ഒന്നിച്ചായിരിക്കാൻ, പരിശുദ്ധ നോമ്പിൻ്റെ ദിവസത്തിൽ ഒന്നിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു.